ഉന്നക്കായ കഴിക്കുമ്പോഴും ശ്രദ്ധിച്ചുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒരു സ്പിൻഡിൽ ഷേപ്പ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് റാൻഡംലി വന്നൊരു ഷേപ്പ് ഒന്നുമില്ല. ഇറ്റ്സ് ആക്ച്വലി ഇൻസ്പയർഡ് ബൈ എ സിൽക്വോം കൊക്കൂൺ. അതിന്റെ പുറത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ബട്ട് ഹോൾഡിങ് സംതിങ് ട്രഷർ ഇൻസൈഡ്. നമ്മുടെ ഇവിടുത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഫില്ലിങ്സ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്ന് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ആദ്യം തന്നെ ഞാനൊരു ഷോർട്ട് കട്ട് വേർഷനാണ് കാണിക്കുന്നത്. ഇവിടെ പഴം ഞാൻ സ്റ്റീമറിലല്ല സ്റ്റീം ചെയ്തെടുക്കുന്നത്, പകരം മൈക്രോവേവിൽ ബോയിൽ ചെയ്തെടുക്കുന്നതാണ്. ഒരു 5 to 7 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഫുള്ളി കുക്ക്ഡായിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. 1 ടേബിൾ സ്പൂൺ ഓഫ് ഗീയിലേക്ക് റേസിൻസും കാഷ്യൂസും ആഡ് ചെയ്യാം. അതിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ടും ഷുഗറും ആഡ് ചെയ്ത് കപ്പിൾ ഓഫ് മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ബോയിൽ ചെയ്ത് വെച്ച ഈ ഒരു പഴമൊക്കെ ഞാൻ മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പൗഡർഡ് ഷുഗറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മാഷ് ചെയ്ത് വെച്ച ഈ ഒരു ബനാന നമ്മൾ ഫ്ലാറ്റൻ ചെയ്ത് അതിലേക്ക് കോക്കനട്ട് ഫില്ലിങ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ഗീ എടുത്ത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഫിനിഷ് കിട്ടണമെങ്കിൽ ഗോ ഹെഡ് ആൻഡ് ഡീപ് ഫ്രൈ ദം.